ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരു റിമോട്ട് ഏരിയയിലേക്ക് നിങ്ങൾക്ക് ക്യാമറ വെക്കണം. പക്ഷെ അവിടെ കറണ്ടും ഇല്ല, ഇന്റർനെറ്റ് എടുക്കാൻ ഒരു വഴിയില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഒരു സോളാർ പാനലൊക്കെ ഉൾപ്പെടെ വന്നിരിക്കുന്ന ഒരു ക്യാമറ എടുക്കാവുന്നതാണ്. ഇത് ട്രൂവ്യൂ എന്നുള്ള ഒരു കമ്പനിയുടെ ഒരു സോളാർ പവേർഡ് ആയിട്ടുള്ള ക്യാമറയാണ്. ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ തന്നെ സോളാർ പാനൽ വരുന്നുണ്ട്. മാത്രമല്ല നമുക്കൊരു സിം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറയ്ക്ക് ഉള്ളിൽ ഇന്റർനെറ്റുമായി നമുക്കത് ലോകത്തിന്റെ എവിടെ ഇരുന്നിട്ടും ഈ ഒരു വെച്ചിരിക്കുന്ന ക്യാമറയുടെ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലുള്ള ക്യാമറകൾ ഞങ്ങളുടെ ഇത് പർച്ചേസ് ചെയ്യുന്നത് സാധാരണ ഫിഷ് ഫാം ഒക്കെ നടത്തുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ റംബുട്ടാൻ തോട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതുപോലുള്ള വലിയ തോട്ടങ്ങളുള്ളവര്, പിന്നെ അതേപോലെ അടഞ്ഞു കിടക്കുന്ന വീടുകൾ, ഇപ്പൊ വീട്ടിൽ ആരുമില്ല, വീട് അടച്ചിട്ടിട്ട് പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലുള്ള ഒരു ക്യാമറ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇന്റർനെറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ നല്ലൊരു അടിപൊളി ക്യാമറയാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകതകളാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി നോക്കുക. ഈ എത്ര അടിപൊളി ക്യാമറയാണെങ്കിലും എന്തൊക്കെ നല്ല സാധനങ്ങളാണെങ്കിലും അതിനെല്ലാം ചില ഡിസ്അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഡെമോ വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തരാം, ഈ ഒരു ക്യാമറ എങ്ങനെയാണ് വർക്ക് ആവണമെന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നെക്സാ സിസ്റ്റത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. CCTV ക്യാമറകളുടെ ഇൻസ്റ്റലേഷൻസ്, വയേർഡ് ആൻഡ് വയർലെസ് നെറ്റ്വർക്കിംഗ്, ആക്സസ് കൺട്രോൾ മെഷീൻസ്, EPBX മെഷീൻസ്, അതുപോലെ അറ്റൻഡൻസ് മെഷീൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ, അതായത് ഇതുപോലുള്ള ടെക്നോളജിക്കൽ ഫീൽഡിൽ 8-9 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ ഒരു നെക്സാ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതൊരു യൂട്യൂബ് ചാനൽ മാത്രമല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തുള്ള ഒരു പരിചയത്തിൽ നിന്നാണ് ഞാൻ പല വീഡിയോസും ക്രിയേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ ഒരു ഡ്രോബാക്ക് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ ഒരു ക്യാമറയ്ക്ക് മാത്രമല്ല ഏത് സോളാർ ക്യാമറയാണെന്നുണ്ടെങ്കിലും ക്ലൗഡി ആയിട്ടുള്ള അല്ലെങ്കിൽ മൂടി കെട്ടി അങ്ങനെ ഒരു അന്തരീക്ഷമുള്ള ഒരു സമയത്ത് ഈ ഒരു ക്യാമറയ്ക്ക് സഫീഷ്യൻ്റ് ആയിട്ട് സോളാർ പാനലിൽ നിന്ന് ചാർജ് ആകാൻ പറ്റില്ല. കാരണം ക്യാമറയ്ക്കുള്ളിൽ ഒരു ബാറ്ററി ഉണ്ട്, ആ ഒരു ബാറ്ററി സഫീഷ്യൻ്റ് ആയിട്ട് ചാർജ് ആയിട്ടുണ്ടാവില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും നേരെ വെളുങ്ങിറങ്ങി ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ ബാറ്ററി ചാർജ് തീർന്നു പോയേക്കാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പ്രവർത്തനം സ്റ്റോപ്പ് ആകും. പിന്നെ വെയിലൊക്കെ തെളിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തന്നെ ഓണായി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേപോലുള്ള ഏത് ക്യാമറയാണെങ്കിലും ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ ചാർജ് ഹോൾഡിങ് കപ്പാസിറ്റി, അതിങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഏത് ക്യാമറ എടുത്താലും ഒരു 1 year ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ബാറ്ററി ചാർജ് കുറഞ്ഞു വന്നിട്ട് പിന്നെ നമുക്ക് സാധാരണ കിട്ടുന്ന രീതിയിൽ അത്രയും ലൈഫ്, രാത്രിയിൽ ഈ ക്യാമറയ്ക്കുള്ളിലുള്ള ബാറ്ററിയിൽ നിന്നാണ് ഈ ഒരു ക്യാമറ വർക്ക് ആകാൻ വേണ്ടിയിട്ടുള്ള ചാർജ് എടുക്കുന്നത്. മാത്രമല്ല രാത്രി ആകുമ്പോഴത്തേക്കും ക്യാമറയിൽ നിന്ന് അതിൻ്റെ നൈറ്റ് വിഷൻ കേപ്പബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാറെഡ് ലൈറ്റും അതുപോലെ തന്നെ വൈറ്റ് ലൈറ്റ് ഒക്കെ എനേബിൾ ആവുന്നതോടുകൂടി ക്യാമറ കൂടുതൽ പവർ കൺസ്യൂം ചെയ്യും. കുറേ നാൾ കഴിയുമ്പോൾ, ക്യാമറ വയ്ക്കുന്ന ഒരു സമയത്തൊന്നും നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബാറ്ററി ചാർജിങ് കേപ്പബിലിറ്റി കുറഞ്ഞ് വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതുപോലുള്ള ഏത് ക്യാമറയാണെങ്കിലും ബാറ്ററി റീപ്ലേസ് ചെയ്യാനായിട്ട് വരും. ഇനി മാത്രമല്ല, ഇൻസ്റ്റലേഷൻ ടൈമിൽ നമ്മളിത് സാധാരണ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത് വളരെ റിമോട്ട് ആയിട്ടുള്ള ഏരിയയിലായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫാമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കൺസ്ട്രക്ഷൻ സൈറ്റിലോ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് മോണിറ്ററിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഏതെങ്കിലും പറമ്പിലൊക്കെ ആയിരിക്കും നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഈ ഒരു ക്യാമറയ്ക്ക് വളരെയധികം ഇൻസെക്യൂരിറ്റി ഉണ്ട്. ക്യാമറ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ അതിൻ്റെ ഉള്ളിലിട്ടിരിക്കുന്ന മെമ്മറി കാർഡിലാണ് വീഡിയോ സേവ് ആകുന്നത്. നമുക്ക് NVRലേക്ക് അവരൊന്നും ഈ ഒരു ക്യാമറയുടെ വീഡിയോ സേവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ക്യാമറ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ആ വീഡിയോയും കൂടെ അങ്ങ് പോകും. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമറയ്ക്ക് അവർ ഒരു ക്ലൗഡ് റെക്കോർഡിംഗ് ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ളവർക്ക് ആ ക്ലൗഡ് ഫീച്ചർ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അത് പെയ്ഡാണ്. മാസത്തിൽ അതിന് 500-500 രൂപയോളം ചാർജ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചാർജ് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സെക്യൂർ ആയിട്ട് ഈ ഒരു ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അത് മാൻഡേറ്ററി അല്ല, നമുക്കത് എല്ലാവരും എടുക്കുന്ന നിർബന്ധമൊന്നുമില്ല. പക്ഷെ എടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒരു അഡീഷണൽ ലെവൽ ഓഫ് സെക്യൂരിറ്റി ആയിരിക്കും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലത്തെ ഒരു ക്യാമറ ഒരു മിനിമം യൂസിനുള്ളതാണ്. അതായത് നമുക്ക് ഒരു ലിമിറ്റഡ് ഏരിയ ആണ് ഈ ഒരു ക്യാമറ കവർ ചെയ്യുന്നത്. ഒരു 15 മീറ്റർ ചുറ്റളവ് നമുക്ക് സുഖമായിട്ട് ഈ ഒരു ക്യാമറയിൽ കവർ ചെയ്യാൻ സാധിക്കും. 1 ഏക്കർ പറമ്പിലേക്കൊന്നും ഇതുപോലത്തെ 1-2 ക്യാമറ എന്ന് വെച്ചാൽ ഒന്നും ആവില്ല. പക്ഷെ നമുക്ക് ആ 1 ഏക്കർ പറമ്പിൽ ഏതെങ്കിലും എൻട്രി എക്സിറ്റ് പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു ക്യാമറ വയ്ക്കാം. അല്ലാതെ ആ ഏരിയ മുഴുവൻ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഈ ഒരു ക്യാമറ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതല്ല. കാരണം ആ ഒരു ഏരിയ മൊത്തമായിട്ട് ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും, അതിലൂടെ നടന്നു പോകണം ആരാണോ എന്താണെന്നോ ഒന്നും അറിയാൻ സാധിക്കില്ല. ഒരു 15 മീറ്ററിൻ്റെ ഉള്ളിൽ വരുമ്പോൾ മാത്രമാണ് ഈ ഒരു ക്യാമറയുടെ വീഡിയോയ്ക്ക് അത്രയും ക്വാളിറ്റി ഉള്ളത്. കാരണം ഈ ഒരു ക്യാമറയുടെ വില ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു 10,000 രൂപയോ അതിൽ താഴെയോ മാത്രമാണ്.
ഇൻസ്റ്റലേഷൻ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഫോണും അതുപോലെ മെമ്മറി കാർഡും എല്ലാം കൂടെ കൂടിയിട്ട് അത്യാവശ്യം നല്ല പ്രൈസ് വന്നാലും ക്യാമറയ്ക്ക് ഒരു 10,000 രൂപ മാത്രമാണ് വരുന്നത്. പക്ഷേ PTCയുടെ ക്യാമറകൾ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്, അതായത് പാൻ ടിൽറ്റ് സൂമിംഗ് ഉള്ള ക്യാമറ. ഇതിൽ സൂമിംഗ് ഉണ്ട്, പക്ഷേ ഡിജിറ്റൽ സൂമിംഗ് ആണ് വരുന്നത്. നമ്മുടെ ഫോണിൽ നമ്മൾ ഒരു ഫോട്ടോ എടുത്തിട്ട് സൂം ചെയ്യുമ്പോൾ എങ്ങനെയാണോ വരുന്നത് ആ രീതിയിൽ ഉള്ള സൂമിംഗ് മാത്രമേ ഉള്ളൂ. അത് സൂം ചെയ്യുന്നതിനനുസരിച്ച് എന്തായാലും ക്വാളിറ്റി കുറഞ്ഞു പോകുന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയമില്ല. പക്ഷേ PTCയുടെ ക്യാമറകൾ എന്ന് പറഞ്ഞാൽ പാൻ ടിൽറ്റ് സൂമിംഗ് ഉള്ള വലിയ ക്യാമറകളാണ്. അപ്പം നിങ്ങളുടെ ആവശ്യം വളരെ വലിയൊരു ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലത്തെ വലിയ ക്യാമറകൾ നോക്കുക. ഇതുപോലെയുള്ള ക്യാമറകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ക്യാമറകളാണ്. ഈ ക്യാമറകൾക്ക് ഒരു ലിമിറ്റഡ് യൂസ് മാത്രമേ പറ്റുള്ളൂ, കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 15 മീറ്ററിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് അല്ലെങ്കിൽ നമുക്കൊരു ഫിഷ് പോണ്ട് ഉണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ലിമിറ്റഡ് യൂസിന് ഈ ഒരു ക്യാമറ ഉപകരിക്കും. ഇനി സോളാർ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സിം പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ഈ സീരീസ് ക്യാമറകളിൽ, അതായത് HITC പോലെയുള്ള ചില ഹിക്യൂഷൻ്റെ ക്യാമറകളിലേക്ക് ജിയോയുടെ സിം ഇടുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല, അതിനകത്ത് എറർ കാണിക്കുന്നുണ്ടെന്ന് ചിലർ പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പ്രൂവ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ആധികാരികമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ ചില ആളുകൾ അത് സപ്പോർട്ടീവ് അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ടെക്നീഷ്യൻസ് നിങ്ങൾ അങ്ങനെ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ട് അതിനകത്ത് എറർ കാണിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. എന്തായാലും ഈ ക്യാമറയിലേക്ക് നമുക്ക് എയർടെല്ലോ വോഡാഫോൺ ഐഡിയോ BSNL ഏത് സിം വേണമെങ്കിലും ഇടാം. പക്ഷെ നിങ്ങൾ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതിന് ആ ഒരു ഏരിയയിൽ ജിയോയ്ക്ക് റേഞ്ച് ഉണ്ട് അല്ലെങ്കിൽ എയർടെലിന് റേഞ്ച് ഉണ്ട്, നല്ല സ്പീഡാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഒരിക്കലും നിങ്ങൾ ഇടരുത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോണിനകത്ത് അതുപോലെ ഒരു സിം ഇട്ടിട്ട് ആ ഏരിയയിൽ നിന്നിട്ട് നമ്മൾ ക്യാമറ വയ്ക്കാൻ വേണ്ടി പോകുന്ന ഏരിയയിൽ നിന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതായത് സ്പീഡ് ടെസ്റ്റ് .net എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്, അതിൽ കയറിയിട്ട് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറി നിങ്ങൾ സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അപ്ലോഡിംഗ് സ്പീഡാണ് ചെക്ക് ചെയ്യേണ്ടത്, ഡൗൺലോഡിംഗ് സ്പീഡ് അല്ല. ഡൗൺലോഡിങ് നമുക്ക് 200 MBPS കിട്ടിയാലും അപ്ലോഡിംഗ് സ്പീഡ് ഉണ്ടെങ്കിൽ നമ്മൾ ക്യാമറയുടെ തൊട്ടടുത്ത് നിന്നാൽ പോലും വീഡിയോ നമുക്ക് മൊബൈലിലേക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് ഓർക്കുക. കാരണം ക്യാമറയുടെ തൊട്ടടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ പോലും വീഡിയോ ആദ്യം ഇന്റർനെറ്റിൽ പോയിട്ടാണ് നമ്മുടെ ഫോണിലേക്ക് അത് വരുന്നത്. അതുകൊണ്ട് തന്നെ അപ്ലോഡിംഗ് സ്പീഡാണ് അവിടെ പ്രാധാന്യം. അതുകൊണ്ട് സ്പീഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്ലോഡിംഗ് സ്പീഡ് എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ. മിനിമം 10 MBPS അതിന് മുകളിലോ സ്പീഡ് കിട്ടുന്ന സിം മാത്രമേ ഇപ്പോൾ എടുക്കാവുള്ളൂ. അതിപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഞാൻ കണ്ടെങ്കിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അതിപ്പോൾ ഒരു പീക്ക് യൂസേജ് ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്പീഡ് കുറവായിരിക്കും. യൂസേജ് കുറഞ്ഞ സമയത്ത് എന്തായാലും സ്പീഡ് കൂടുതലായിട്ട് നമുക്ക് കാണിക്കും. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയത്തിനും അവിടെ പ്രാധാന്യമുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ക്യാമറയെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ക്യാമറയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ ടെക്നിക്കൽ കോൺഫിഗറേഷൻ വീഡിയോസിനെ പറ്റി നിങ്ങൾക്ക് കാണണം, അറിയണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് കോൺഫിഗറേഷൻ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് അവിടെ ഒരു ചെറിയൊരു പേയ്മെന്റ് ഉണ്ട്, അതവിടെ എഴുതി കാണിക്കും. അപ്പോൾ ആ ഒരു പേയ്മെന്റ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിട്ടിരിക്കുന്ന കോൺഫിഗറേഷൻ വീഡിയോസ് 100 കണക്കിന് വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.